നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം. പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുകളുടെ പേരു സഹിതം പ്രദർശിപ്പിച്ചു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ രാജി. AV ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. AVയുടെ സമ്മർദ്ദ തന്ത്രമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച V രവീന്ദ്രൻ. AV ഗോപിനാഥിന്റെ നിലപാടുകൾ തികഞ്ഞ രാഷ്ട്രീയ നന്ദികേടെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഞ്ചന രാഷ്ട്രീയം പെരിങ്ങോട്ടുകുറിശിയിൽ വിലപ്പോകില്ലെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ. കൂനത്തറ കാരക്കാട് തോട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാർഷിക ആവശ്യത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും സഹായകരമായ തോട് മലിനം. രൂക്ഷമായ മലിനീകരണവും കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായെന്ന് കർഷകർ. നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി നൽകിയതായി ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. ഭീതിയോടെ തൃശൂർ കോടശ്ശേരി രണ്ടുകൈ പ്രദേശം. മതിലകം തുപ്പേക്കുളം കനാലിൽ വളർത്തുമത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമുന്തി. ലക്ഷങ്ങളുടെ നഷ്ടം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച പന്നി തല തകർന്ന് ചത്ത സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 26 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിനിടെ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെ 6 മണി മുതലും നടത്തിയ പരിശോധനയിലാണ് കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ആരോഗ്യവകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 26 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് 9 ഇടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. ഇതിനിടെ ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം V രവീന്ദ്രൻ രാജിവെച്ചു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് രാജി. AV ഗോപിനാഥിന്റെ സമ്മർദ്ദ തന്ത്രമാണ് രാജിക്കു കാരണമെന്ന് V രവീന്ദ്രൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 5-ന് ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയത്. AV ഗോപിനാഥിന്റെ ഭീഷണിക്ക് വഴങ്ങി ഭരണസമിതിയിലെ 9 അംഗങ്ങളിൽ 7 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. ഇതാണ് രാജിക്ക് കാരണമെന്ന് രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭരണസമിതി അംഗമല്ലെങ്കിലും AVയുടെ ഏകപക്ഷീയ തീരുമാനമാണ് ബാങ്കിൽ നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്തതാണ് അവിശ്വാസ പ്രമേയത്തിന് ഇടയാക്കിയത്. മെയ് 30-ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. ഇഷ്ടക്കാർക്കായി വൻതോതിലാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഭരണസമിതി അറിയാതെ AV ജീവനക്കാരുടെ സഹായത്തോടെ പലവിധ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ ആരോപിച്ചു. ബാങ്കിനായി കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി സെന്റിന് 3 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എഴുതിയെടുത്തു. മുറ്റത്തമുല്ല പദ്ധതിയിലും ജീവനക്കാരെ നിയമിച്ചതിലും വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്തതും AVയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനായി പ്രവർത്തിച്ചതും പ്രകോപനത്തിന് കാരണമായി. ബാങ്ക് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയും
കൂട്ടിച്ചേർക്കൽ നടത്തിയും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ആനുകൂല്യം പറ്റി കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കുന്ന വഞ്ചനാ സമീപനമാണ് AV ഗോപിനാഥ് സ്വീകരിക്കുന്നത്. 4500ഓളം കോൺഗ്രസ് അംഗങ്ങളുള്ള സഹകരണ ബാങ്കിനെ CPMന്റെ തൊഴുത്തിൽ കെട്ടാനായി അംഗങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കിന്റെയും പഞ്ചായത്ത് ക്ഷീരസംഘം ഭരണങ്ങളും കോൺഗ്രസിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ അണികളാണ് അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ ചേർപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ അവിടെ എന്ത് നടക്കുന്നത് ചെയ്യണം. കുടുംബശ്രീക്കാരാണെങ്കിൽ ഒരുപാട് ഈ നമ്മുടെ മുറ്റത്തമുല്ല അങ്ങനെയുള്ള ഓരോ ബാങ്കിൽ നിന്ന് എടുത്തൊക്കെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് മുറ്റത്തമുല്ലയുടെ ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരാളാണ്. ഏതിനെടുത്താലും കമ്മീഷൻ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇയാളത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസിൽ നിന്ന് കൈച്ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വോട്ട് വാങ്ങി പഞ്ചായത്തിന്റെ നാളിതുവരെയും അതിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന കുറച്ചെങ്കിലും ഒരു മാനും നാണും ഉണ്ടെങ്കിൽ എന്തായാലും അയാൾ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ബാങ്കും ഇതുപോലെ തന്നെയാണ്. കോൺഗ്രസിന്റെ 6000ഓളം മെമ്പറാണ് അതിലുള്ളത്. ഈ 6000 ചില മെമ്പർമാരെയും അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ CPMന് കൊടുക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുകയാണ് ഈ ബാങ്ക്. അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ബാങ്ക് അവധിയാണ്. ഞായറാഴ്ച ബാങ്ക് പ്രവർത്തിക്കില്ല. അന്ന് തുറന്നു വെച്ച് മെമ്പർഷിപ്പ് അടിച്ചു കയറ്റിലായിരുന്നു ഇവരുടെ പണി. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അയാൾ എന്താണോ പറയുന്നത് അതാണ് അവിടെ നടക്കുന്നത്. വേറൊരാൾക്ക് ഒന്നിനും കഴിയില്ല. AV ഗോപിനാഥിന്റെ കുതന്ത്രങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് S. സുരേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPMുമായി ചേർന്ന് AV നടത്തുന്ന വഞ്ചനാ രാഷ്ട്രീയം പെരുങ്ങോട്ടുകുറിശ്ശിയിൽ വിലപ്പോകില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോപിനാഥൻ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന്റെ ചുവടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശ രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം എനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. രമ്യ ഹരിദാസന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പുള്ളിക്ക് എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രവർത്തനമായിട്ട് സഹകരിക്കരുതെന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഭാരവാഹികൾ രമ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റമാണ് ഞാൻ എന്നിൽ കാണുന്നത്. ഈ അവിശ്വാസ പ്രമേയം കൊടുക്കുന്നത് K. കൃഷ്ണൻകുട്ടി, PK രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തുന്നു. തൃശൂർ കൊടുശ്ശേരി 2 കൈ പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് അലഞ്ഞുതിരിയുകയാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. കാട്ടുപോത്ത് പറമ്പുകളിലും തോട്ടങ്ങളിലും മേഞ്ഞു നടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മുറിവേറ്റ നിലയിലാണ് കാട്ടുപോത്തെന്ന് സംശയമുണ്ടെന്നും ജനങ്ങളുടെ ഭീതി മാറ്റാൻ വനം വകുപ്പ് ഇടപെടണമെന്നും വാർഡ് മെമ്പർ MJ റിജോ ആവശ്യപ്പെട്ടു. ഉൾക്കാട്ടിലേക്ക് കാട്ടുപോത്തിനെ മാറ്റണമെന്ന ആവശ്യത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. SFI ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കണ്ണേമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലെ ഗാസാനഗറിൽ നടന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുകയാണ്, ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് തെരുവോരങ്ങൾക്കകത്ത് മുട്ടിച്ചുരുട്ടുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ക്രിയാത്മകമായ ചർച്ചകൾ, ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വിജയിപ്പിക്കാൻ സാധിക്കണമെന്ന് ആമുഖമായ നേതാക്കളോട് സൂചിപ്പിച്ചു നോക്കുകയാണ്. SFI ഏരിയ പ്രസിഡന്റ് A. മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TM ദുർഗാദാസൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം KC നിമേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, സ്വാഗത സംഘം ചെയർമാൻ MIA റസാഖ്, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് K. പ്രേംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം അബു ഫാസിൽ, CR രജിഷ, റോഷൻ ചന്തു, O. രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച കാട്ടുപന്നി തല തകർന്ന് ചത്തു. മുണ്ടത്തിക്കോട് ആളൊഴിഞ്ഞ പറമ്പിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പന്നിശല്യം രൂക്ഷമായ പ്രദേശത്ത് പന്നിവേട്ടയും നിരന്തരം നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൂനത്തറ കാരക്കാട് തോടിന്റെ സംരക്ഷണത്തിന് സത്വര നടപടിയുണ്ടാകണമെന്ന് ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി.
രൂക്ഷമായ മലിനീകരണവും അനധികൃത കയ്യേറ്റവും തോടിനെ നാശത്തിലേക്ക് നയിക്കുകയാണ്. മലിനീകരണം മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാടശേഖര സമിതി പാലക്കാട് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം സബ് കളക്ടർക്കും പരാതി നൽകി. ഷൊർണൂർ നഗരസഭ വാണിയംകുളം പഞ്ചായത്ത് അതിർത്തി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് കാരക്കാട് തോട്. കൂനത്തറ, കവളപ്പാറ, കാരക്കാട്, കല്ലിപ്പാടം, ചുടുവാലത്തൂർ എന്നീ പാടശേഖര സമിതികളിലെ 250 ഹെക്ടർ നെൽകൃഷിക്ക് ജലസേചനത്തിനാശ്രയിക്കുന്നത് ഈ തോടിനെയാണ്. വടക്കേക്കര 26 മൈൽ ആറാണി, കാരക്കാട്, കല്ലിപ്പാടം, ചുടുവാലത്തൂർ, നമ്പ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും തോടിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ രൂക്ഷമായ മലിനീകരണം മൂലം തോട് നാശഭീഷണിയിലാണ്. അനധികൃത കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. കൂനത്തറ സംസ്ഥാനപാത മുതൽ ഭാരതപ്പുഴ വരെ 10 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ തോടിന്. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് തോട്. നവീകരണ പ്രവൃത്തികൾ നടക്കാത്തതുമൂലവും അനധികൃത കയ്യേറ്റം മൂലവും പല ഭാഗങ്ങളിലും തോട് നാമാവശേഷമായ സ്ഥിതിയാണ്. വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ജൈവ അജൈവ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും വ്യാപകമായി നിക്ഷേപിക്കുന്നത് ഈ തോട്ടിലാണ്. വേനൽ മഴ പെയ്തതോടെ തോട്ടിലെ വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വെള്ളത്തിന് ചുവപ്പും കറുപ്പും നിറമാണ്. രൂക്ഷമായ മലിനീകരണമാണ് ഇതിന് കാരണമെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മലിനീകരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭീഷണിയാണ്. കാരക്കാട് തോട്ടിലെ വെള്ളം ഷൊർണൂർ തടയണയിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണിതെന്നും പാടശേഖര സമിതി ചൂണ്ടിക്കാട്ടി. കാരക്കാട് തോടിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു എന്നിവർ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം സബ് കളക്ടർക്കും പരാതി നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മതിലകം തൃപ്പേക്കുളത്ത് കനാലി കനാലിൽ കൂടുകെട്ടി നടപ്പാക്കുന്ന മത്സ്യകൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മീനുകളാണ് ചത്തുപൊന്തിയത്. ബുധനാഴ്ച രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഖദീജ ബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി, 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. അതോടുകൂടി 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. എല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5.5-6 ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം. ഫ്രീസർ മേടിച്ച് ഇതെല്ലാം വയറിംഗ് ഒക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് റാമ്പുണ്ടാക്കി എല്ലാതും കൂടെ ചെയ്തിട്ടുള്ളതാണ്. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ OA ജെൻട്രിൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തന്റെ വേറിട്ട ശബ്ദമാതിരിയിലൂടെ കഥകളി ആസ്വാദകരുടെ ഹൃദയത്തിലിടം പിടിച്ച് കലാനിലയം ഉണ്ണികൃഷ്ണന്റെ അവസാന അരങ്ങിന് സാക്ഷ്യം വഹിച്ച് കേരള കലാമണ്ഡലം. നിള ക്യാമ്പസിൽ സംഘടിപ്പിച്ച കലാസാഗർ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ നടന്ന കഥകളി അവതരണത്തിലെ പിന്നണി ആലാപനത്തോടെയാണ് തന്റെ 61 വർഷം നീണ്ട പിന്നണി ആലാപന സബരിക്ക് കലാനിലയം ഉണ്ണികൃഷ്ണൻ വിരാമമിടുന്നത്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നു, അത്രമാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് കലാനിലയം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടമിടർന്നുണ്ടായിരുന്നു. കഥകളി അവതരണ അരങ്ങിലെ ഉണ്ണികൃഷ്ണന്റെ ആലാപന മാധുര്യം പച്ചയും കത്തിയും അണിഞ്ഞ അരങ്ങിലെ കഥാപാത്രങ്ങളുടെ ആന്തരിക ബാഹ്യ സംഘർഷങ്ങളിലേക്കാണ് ഓരോ അനുവാചകനെയും കൂട്ടിക്കൊണ്ടു ചെന്നത്. തന്റെ 12ാമത്തെ വയസ്സിൽ കഥകളി പഠിക്കാനായി ഇരിഞ്ഞാലക്കുട കലാനിലയത്തിൽ ചേർന്ന ഉണ്ണികൃഷ്ണൻ 2 വർഷം കഥകളി പഠിച്ചെങ്കിലും പിന്നീട് കഥകളിയിലെ സംഗീതത്തിലേക്ക് മാറുകയായിരുന്നു. കലാമണ്ഡലം എംബ്രാന്തിരിയുടെ ശിഷ്യനായും സഹഗായകനായും നിരവധി കാലം പ്രവർത്തിച്ചു. 15ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഉണ്ണികൃഷ്ണൻ 21ാമത്തെ വയസ്സിൽ കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപകനായാണ് ജോലിയിൽ പ്രവേശിച്ചത്. 1980-ൽ പ്രൊഫസറായും 2004-ൽ വൈസ് പ്രിൻസിപ്പലായും വിരമിച്ചു. ഇതിനോടകം കലാമണ്ഡലം ഹൈദരലി, കലാമണ്ഡലം ഗോപി എന്നിവരുടെ ഒപ്പവും ഗാനം ആലപിച്ചു.
താൻ പാടുന്നതിനനുസരിച്ച് ഗോപി ആശാൻ മുദ്രകൾ കാണിക്കുന്നതാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയെന്ന് പറഞ്ഞിരുന്ന കലാനിലയം ഉണ്ണികൃഷ്ണൻ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ നടന്ന കുചേലവൃത്തം കഥകളിയിൽ കുചേലനായുള്ള കലാമണ്ഡലം ഗോപിയുടെ പകർനാട്ടത്തിന് പിന്നണി പാടിയാണ് തന്റെ 61 വർഷം നീണ്ടുനിന്ന പിന്നണി ആലാപന അവതരണത്തിന് വിരാമമിട്ടത്. ഗോപി ആശാന്റെ അനുഗ്രഹവും വാങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലത്തിന്റെ പടി ഇറങ്ങിയത്. എനിക്കും 76 വയസ്സായി. അപ്പോൾ ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നല്ല വേദി എനിക്കിത് ഒത്തുകിട്ടിയപ്പോൾ ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം എന്നെ ഇവിടം വരെ എത്തിച്ചില്ല, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഗോപി ആശാൻ്റെ ഈ അരങ്ങത്തോടുകൂടി ഞാൻ അരങ്ങുപാട്ട് നിർത്തുകയാണ്. ഞാൻ പാട്ട് നിർത്താനല്ല, അരങ്ങുപാട്ട് നിർത്തുകയാണ്. അത് ഒരു നല്ല തിരുത്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി വിചാരിച്ചാൽ മതി. അത് ഗോപി ആശാൻ്റെ വേഷമാവുക. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് പ്രസ്സസ് എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ഗവൺമെന്റ് പ്രസ്സും പരിസരവും ശുചീകരിച്ചു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. 54 കൊല്ലത്തിനുള്ളിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം CITU മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഐക്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. തൊഴിലാളി വർഗ ഐക്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. വർഗ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യത്തിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായി ഇന്ന് EMS ഒഴിച്ചുള്ള എല്ലാ തൊഴിലാളികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തിലെ CITU പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. VT രാധാമണി അധ്യക്ഷയായി. C. ശിവദാസ്, R. പുഷ്പരാജൻ, KK സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് V. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അത് യാഥാർത്ഥ്യമാക്കാനും പൊതുജനങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണമായത് ഭദ്രം പദ്ധതി തന്നെയാണ്. കാരണം ഭദ്രം പദ്ധതി അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും. ഒരു വ്യാപാരി മരിക്കുമ്പോൾ അയാളുടെ വർഗമോ വർണ്ണമോ കുലമോ ഒന്നും നോക്കാതെ അയാളെ സഹായിക്കാനുള്ള മനസ്സുള്ള 10,000-കണക്കിന് വ്യാപാരികളാണ് ഇന്ന് ഈ സംഘടനയുടെ ശക്തി. പരിപാടിയിൽ വെച്ച് ദീർഘകാലം ജനറൽ സെക്രട്ടറിയായി ചുമതല വഹിച്ചിരുന്ന PAM അഷ്റഫിന് യാത്രയപ്പും നൽകി. ചടങ്ങിൽ വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് P. നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് G. ഹരിദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് P. നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി PAM അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ നന്ദകുമാർ കണക്കവതരണം നടത്തി. ചേലക്കര നിയോജക മണ്ഡലം കൺവീനർ KM മുഹമ്മദ്, മറ്റു നേതാക്കളായ TM യൂസഫ്, M. അബ്ദുൾ റഹ്മാൻ, CH മുസ്തഫ, DY അഷ്റഫ്, കൃഷ്ണകുമാർ, KB വിനോദ് സാഗർ, PH അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PAM അഷ്റഫ് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി KK സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി G. ഹരിദാസിനെയും ജനറൽ സെക്രട്ടറിയായി KK സുരേഷ് ബാബുവിനെയും ട്രഷററായി നന്ദകുമാറിനെയും തിരഞ്ഞെടുത്തു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിരമിക്കുന്ന പോലീസ് സർജൻ ഡോക്ടർ PB ഗുജ്റാൾ, അഡീഷണൽ SP KL രാധാകൃഷ്ണൻ എന്നിവർക്ക് പാലക്കാട് പൗരാവലി യാത്രയയപ്പ് നൽകും. ഇരുവരും നൽകിയ വിപുലമായ സംഭാവന മാനിച്ചാണ് യാത്രയയപ്പ് ഒരുക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് സേനയ്ക്കും പൊതുസമൂഹത്തിനും വലിയ സംഭാവന നൽകിയ ഡോക്ടറാണ് PB ഗുജ്റാളെന്ന് പൗരാവലി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. മികച്ച സംഘാടകനും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനുമാണ് വിരമിക്കുന്ന അഡീഷണൽ SP രാധാകൃഷ്ണൻ. രണ്ടുപേരുടെയും സേവന മനോഭാവം വിലയിരുത്തിയാണ് യാത്രയയപ്പ് നൽകുന്നതെന്ന് പൗരസമിതി ഭാരവാഹി നിഖിൽ കൊടിയത്തൂർ പറഞ്ഞു. ജില്ലാ പോലീസ് രൂപമേധാവിയായി പ്രവർത്തിക്കുന്ന ശ്രീ KL രാധാകൃഷ്ണൻ സാറും ഈ 31-ാം തീയതി വിരമിക്കാണ്. അവർക്ക് പാലക്കാടിൻ്റെ ഒരു സ്നേഹം, ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച നന്മ നിറഞ്ഞ അവരുടെ സേവന സന്നദ്ധതകൾ അംഗീകാരമായി
ഒരു സ്നേഹോഷ്മളമായ യാത്രയൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് പൗരാവലിയും MAPLI ഫൗണ്ടേഷനും JCAയും എല്ലാം ചേർന്നിട്ടാണ്. അത് നാളെ വൈകുന്നേരം 5 മണിക്ക് സൂര്യലക്ഷ്മി കൺവെൻഷൻ സെന്ററിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുജറാത്ത് സാർ തന്നെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം സൗഹൃദമാവുകയും അതിലൂടെ ഈ കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യാവുന്ന ഉദ്ദേശത്തോടെയൊക്കെ വലിയ നേതൃത്വം കൊടുക്കുകയും അതുപോലെ DCRP DYSP ആയിരുന്ന സമയത്ത് ഒരുപാട് LP വാറണ്ട് പെൻഡിംഗ് ഉള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവ് നടത്തുകയും SP-യുടെ നിർദ്ദേശപ്രകാരം ഏകദേശം 630ഓളം പ്രതികളായിരിക്കുന്ന കേസിൽ നിന്ന് മാറി ഒളിഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലൊക്കെ നേടുകയും ചെയ്ത ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. KVVES മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് KJ മുഹമ്മദ് ഷമീർ, JCI ഭാരവാഹികളായ ഹിതേഷ് ജെയിൻ, A സമീറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം. പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുകളുടെ പേരു സഹിതം പ്രദർശിപ്പിച്ചു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ രാജി. AV ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. AVയുടെ സമ്മർദ്ദ തന്ത്രമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച V രവീന്ദ്രൻ. AV ഗോപിനാഥിന്റെ നിലപാടുകൾ തികഞ്ഞ രാഷ്ട്രീയ നന്ദികേടെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഞ്ചന രാഷ്ട്രീയം പെരിങ്ങോട്ടുകുറിശിയിൽ വിലപ്പോകില്ലെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ. കൂനത്തറ കാരക്കാട് തോട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാർഷിക ആവശ്യത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും സഹായകരമായ തോട് മലിനം. രൂക്ഷമായ മലിനീകരണവും കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായെന്ന് കർഷകർ. നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി നൽകിയതായി ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. ഭീതിയോടെ തൃശൂർ കോടശ്ശേരി രണ്ടുകൈ പ്രദേശം. മതിലകം തുപ്പേക്കുളം കനാലിൽ വളർത്തുമത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമുന്തി. ലക്ഷങ്ങളുടെ നഷ്ടം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പന്നിപ്പടക്കം കടിച്ച പന്നി തല തകർന്ന് ചത്ത സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.